നമസ്കാരം. ഉത്തർപ്രദേശിനോടൊപ്പം മഹാരാഷ്ട്രയിലും എൻ ഡി എ സഖ്യത്തിൻ്റെ കപ്പൽ ആടിയുലയുന്നു. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാരിലെ അസ്വാരസ്യങ്ങൾ പുറത്തു വരുന്നതിനിടെയാണ് മഹാരാഷ്ട്രയിൽ മഹായുതിയിലെ പ്രതിസന്ധി ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത്. എൻ സി പിയുമായുള്ള സഖ്യത്തോടെ മഹാരാഷ്ട്രയിലെ വോട്ടർമാരുടെ വികാരം ബി ജെ പിക്കെതിരെ തിരിഞ്ഞുവെന്നും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. പാർട്ടി സംഘ് അനുഭാവമുള്ള 200ഓളം പേരുമായി നടത്തിയ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ലേഖനത്തിൽ അജിത് പവാറുമായുള്ള കൂട്ടുകെട്ട് എന്ന് പറയപ്പെടുന്നത് ഭാവിയിലും ദോഷം ചെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അതിനോടൊപ്പം നൽകുന്നുണ്ട്. 48 ലോക്സഭാ സീറ്റുള്ള മഹാരാഷ്ട്രയിൽ ഇത്തവണ മഹായുതി സഖ്യം നേടിയ തിരിച്ചടിക്ക് ഇത് പ്രധാന കാരണമായി എന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടാകുന്നുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെ, ശരത് പവാർ കോൺഗ്രസ് കൂട്ടുകെട്ടുള്ള മഹാവികാസ് അഘാടി സഖ്യം 30 സീറ്റ് നേടിയപ്പോൾ ബി ജെ പി വിജയിച്ചത് വെറും 9 സീറ്റിൽ മാത്രമായിരുന്നു. ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന 7 സീറ്റിലും അജിത് പവാറിന്റെ എൻ സി പി 1 സീറ്റിലും മാത്രമാണ് വിജയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന് ഊർജ്ജം പകരുന്നതായിരുന്നു സത്യത്തിൽ ഈ ഫലങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലും സഖ്യമായി മത്സരിക്കുമെന്ന് ഇതിനകം തന്നെ മഹാവികാസ് അഘാടി പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു. അതായത് അതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിഞ്ഞത് തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് അവർ കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. സീറ്റ് ചർച്ചകൾ ഉൾപ്പെടെ സഖ്യത്തിന് മുന്നിൽ വലിയ കടമ്പകൾ ബാക്കി ഉണ്ടെങ്കിലും തങ്ങൾക്കിടയിൽ വലിയ ടെൻ ഇല്ലെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് മുൻപിൽ ശക്തിയുള്ള സഖ്യമാണ് തങ്ങളെന്ന പ്രതീതി ഉണ്ടാക്കുക, അതിനോടൊപ്പം ഒപ്പം ചെന്ന് പോവുക എന്നുള്ളതാണ് സഖ്യം ചെയ്യുന്നത്. അജിത് പവാറിനോടും എൻ സി പിയോടുമുള്ള അയിത്തം ആദ്യമായല്ല RSS പ്രകടിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ RSS മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ ഇതുമായിട്ട് രംഗത്തെത്തിയിരുന്നു. അന്ന് NCC കൂട്ടുകെട്ടിന് രാഷ്ട്രീയ മണ്ടത്തരം എന്നായിരുന്നു ഓർഗനൈസറുടെ RSSന്റെ സൈദ്ധാന്തികനായിട്ടുള്ള രത്തൻ ഷാർദ വിമർശിക്കുകയും ചെയ്തത്. NCPയെ NDAയിലേക്ക് ചേർത്തത് BJPയുടെ ബ്രാൻഡ് മൂല്യം തകർത്തുവെന്നും ഒപ്പം തന്നെ ഇല്ലാതാക്കിയെന്നും പറയപ്പെടുന്നുണ്ട്. ഈ അഭിപ്രായങ്ങൾ വ്യക്തിപരമെന്ന് പറഞ്ഞ് BJP ഇതിനെ ലഘൂകരിക്കാൻ നോക്കിയെങ്കിൽ കൂടിയും ഇന്ന് പക്ഷേ RSS വീണ്ടും നിലപാട് വ്യക്തമാക്കുമ്പോൾ അത് ഏക്നാഥ് ഷിൻഡെയ്ക്കും ഒപ്പം തന്നെ BJPക്കുമുള്ള മുന്നറിയിപ്പാണ്. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് വാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത്, അതായത് ഭരണമുന്നണിയിൽ നിന്ന് NCPയെ പുറത്താക്കുവാൻ RSSന്റെ ചരടുവലി തുടങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഖർവാപ്പസിക്ക് ഒരുങ്ങുകയാണ് ഇപ്പോൾ അജിത് പവാർ എന്ന് വേണമെങ്കിൽ പറയാം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള അജിത് പവാർ പഴയ NCPയിലേക്ക് തിരിച്ചെത്തിയേക്കും എന്നുള്ള സൂചനകൾ ഉണ്ടാകുന്നു. NCP അധ്യക്ഷൻ ശരത് പവാർ തന്നെയാണ് ഇത്തരത്തിലൊരു സൂചന ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാരണം അജിത് പവാർ പക്ഷത്ത് നിന്ന് 4 MLA-മാർ ശരത് പവാറിന്റെ ക്യാമ്പിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് ശരത് പവാറിന്റെ ഇത്തരത്തിലുള്ളൊരു പ്രതികരണം വന്നത്. അതായത് കുടുംബത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അത് അജിത് പവാറിനടക്കം തിരിച്ചെത്താമെന്നും പക്ഷെ പാർട്ടിയിലേക്കുള്ള തിരിച്ചുവരവ് പക്ഷെ പാർട്ടി നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി ശരത് പവാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന് കാരണം അജിത്തിന് പവാർ കുടുംബത്തിൽ എപ്പോഴും സ്ഥാനമുണ്ട്. എന്നാൽ പാർട്ടിയിലെ കാര്യം താൻ മാത്രമല്ല തീരുമാനിക്കുന്നത് എന്നും പാർട്ടി പ്രവർത്തകരാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് എന്നും അതൊരു വ്യക്തിഗത തീരുമാനമല്ല, പകരം പാർട്ടിയുടെ മോശം സമയങ്ങളിൽ കൂടെ നിന്ന പാർട്ടി നേതാക്കളുമായിട്ടൊക്കെ കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം മാത്രമേ അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ കഴിയൂവെന്നും ശരത് പവാർ പറയുന്നുണ്ട്. പാർട്ടി വിട്ടവരെ ഒരു കാരണവശാലും തിരിച്ചെടുക്കില്ല എന്നായിരുന്നു നേരത്തെ ശരത് പവാറിന്റെ നിലപാട്. എന്നാൽ ഇരു പവാർ പക്ഷങ്ങളും തമ്മിലുള്ള മഞ്ഞുരുകലിൻ്റെ കൂടുതൽ സൂചനകൾ അത് പുറത്തു വന്നു തുടങ്ങുന്നു. അതായത് അജിത് പവാർ പക്ഷത്തു നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിന് പിന്നാലെ മഹാരാഷ്ട്രയിലെ മഹായുതി സഖ്യത്തിൽ വീണ്ടും ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു. ഒരു വിഭാഗം BJP MLA-മാരും NCPയിലേക്ക് കൂടുമാറാൻ നീക്കം നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് അത്തരത്തിലുണ്ടാകുന്നത്. പാർട്ടിയിൽ ചേരാൻ താല്പര്യം അറിയിച്ച ചില BJP നേതാക്കൾ ബന്ധപ്പെട്ടതായി തന്നെ മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രിയും NCPയുടെ നേതാവുമായിട്ടുള്ള അനിൽ ദേശ്മുഖ് വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് ഏത് തരത്തിലാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെതിരെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്, അതേ അവസ്ഥ തന്നെയാണ് മഹാരാഷ്ട്രയിലെ NDA സഖ്യത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ കപ്പലും മഹാരാഷ്ട്രയിലെ കപ്പലും ആടിയുലയുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഘടകകക്ഷികളടക്കം വലിയ ഭിന്നിപ്പിലേക്ക് പോകുന്നു. മാത്രമല്ല BJP എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ പരാജയം എത്തരത്തിലാണ് സംഭവിച്ചത് എന്നും ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയപ്പെടുന്നത് ദേശീയ നേതൃത്വത്തിനടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നും മാത്രമല്ല അതിനോടൊപ്പം ഷിൻഡെ വിഭാഗവുമായി ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും അതിനോടൊപ്പം അജിത് പവാറിൻ്റെ NCPയുമായിട്ട് അജിത് പവാർ എന്ന് പറയപ്പെടുന്ന ഒരു അഴിമതി വീരനാണ്. ആ അഴിമതി വീരനെ കൂടെ കൂട്ടിയതിൽ മുൻപേ തന്നെ RSSന് എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പുകളെ മറികടന്നുകൊണ്ടാണ് BJP NCPയെ കൂട്ടുപിടിച്ചതും NCPയെ പിളർത്തി മുന്നോട്ട് പോയതും ഒപ്പം തന്നെ ശിവസേനയെ പിളർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയതുമൊക്കെ. അങ്ങനെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്ന് ഷിൻഡെയെ സ്വീകരിക്കുകയും ഷിൻഡെയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവിടെ ഭരണം നടത്തുകയും ചെയ്യാൻ BJPക്ക് കഴിഞ്ഞു. പക്ഷേ ആ ഭരണത്തിൽ അതൃപ്തിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ
NCP എന്ന് പറയപ്പെടുന്ന അജിത് പവാറിൻ്റെ ഇത്രയേറെ അഴിമതി കഥകളിൽ വന്നിട്ടുള്ള അഴിമതി നിറഞ്ഞ ഭരണം നടത്തിയിട്ടുള്ള അജിത് പവാറിനെ കൂടെ കൂട്ടിയത് വളരെ വലിയ തെറ്റ് തന്നെയാണ് എന്ന് RSS സൂചിപ്പിക്കുന്ന ഘട്ടങ്ങളായിരുന്നു. അതൊന്നും മനസ്സിലാക്കാതെ മുന്നോട്ട് പോയ BJP ആണ് ഇപ്പോൾ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങിയിരിക്കുന്നത് എന്നാണ് RSSൻ്റെ അടക്കം ഒരു തീരുമാനമെന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ NCP അജിത് പവാർ സഖ്യത്തിനെ NDA സഖ്യത്തിൽ നിന്നും പുറത്താക്കുക, ഒപ്പം തന്നെ ഷിൻഡെ വിഭാഗത്തിനോടൊപ്പം ഉദ്ധവ് താക്കറെ വിഭാഗത്തിനെ കൂടെ കൂട്ടിക്കൊണ്ട് ഒരു വലിയ ശക്തിയായി മുന്നോട്ട് പോകുവാനുള്ള ഒരു ശ്രമം നടത്തുക. ഇതൊക്കെയാണ് RSS മുന്നോട്ട് വെക്കുന്നത്. അതിൽ BJP ഇനി സഹകരിച്ചേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ദേശീയ നേതൃത്വത്തിന് അടക്കം മാറ്റേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് RSSൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുവാൻ മോദിയും അമിത്ഷായും ഒക്കെ തയ്യാറാകേണ്ടി വരും.